ഹലോ, ഇതെൻ്റെ കുക്കിംഗ് ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ ചാനലിൻ്റെ പേര് ഗീതാസ് നാടൻ രുചികൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. നല്ലൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. നമുക്കിത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുമാതിരി അതിൻ്റെ നടുക്കുള്ള ആ ഒരു പോർഷൻ അങ്ങ് കളഞ്ഞേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വളരെ ഈസി ആയിട്ട് ചെത്തിക്കളയാം. വളരെ എളുപ്പമാണത്. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ പേരുമായി തന്നെ എൻ്റെ എല്ലാ റെസിപ്പീസും നല്ല നാടൻ രുചിയിലുള്ളതാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വാച്ച് ചെയ്തോളൂ. അടുത്തതായി ഞാൻ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ അത് ചെറിയ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു അരക്കുമാരി ഒരു സംഭവമുണ്ട്. അതങ്ങ് മാറാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒട്ടിപ്പിടിക്കത്തില്ല. ഇതുമാതിരി അല്പം തിക്കായിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മെഴുക്കുവരട്ടിക്ക് ഇതുമാതിരി കട്ട് ചെയ്യുന്നത്. അടുത്തതായി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്തു. വറ്റൽമുളക് ചേർക്കാതെ എന്ത് കടുക് വറുക്കല്ല അല്ലേ, എങ്കിലേ നല്ലൊരു മണവും ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി അല്പം കടുക് ചേർക്കണം. കടുക് വറുക്കണമെങ്കിൽ കടുക് ചേർക്കണം. കറിവേപ്പില ചേർക്കുമ്പോൾ ഇച്ചിരി ഏറെ കറിവേപ്പില ചേർത്തേക്കണം. കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ നല്ല മണവും രുചിയൊക്കെ കൂടുന്നത്. അടുത്തതായി സവാള ചേർക്കാം. സവാള കൊത്തി അരിയരുത്, നീളത്തിൽ കട്ടിക്കൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരു സവാളയുടെ പകുതി മതി. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി സവാള എടുത്താൽ മതി. ഇതുമാതിരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ആ കടച്ചക്കയെന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തേക്കണം. ഉപ്പ് ചേർക്കാം കേട്ടോ. നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്തേക്കണേ. മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. അത് ഞാൻ വേറൊരു കാര്യമാണ് ചേർക്കാൻ പോകുന്നത്. അത് മുരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ്. കടച്ചക്ക വേകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അത് മുരിയുകയും ചെയ്യും, ഒപ്പത്തിന് അത് വേവുകയും ചെയ്യും. എളുപ്പത്തിന് നമുക്കത് മുരിച്ചെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് പോലും ആയില്ല, ഒരു 6-7 മിനിറ്റ് ആയതല്ലോ. അതിനിടയ്ക്ക് നല്ല മാതിരി മുരിഞ്ഞൊക്കെ കിട്ടി. ഒരു 1/4 ടീസ്പൂൺ ചില്ലിയുടെ ഫ്ലേക്സ് ചേർക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ മുളക് പൊടി ആദ്യം ചേർക്കേണ്ടതാണ്. ഇതാണ് കൂടുതൽ ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയുണ്ടാവും മെഴുക്കുവരട്ടിക്ക്. ഇനി അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പൊടിയെന്ന് വെച്ചാൽ പൊടിയല്ല, അതും ഒന്ന് തല്ലി ചേർത്താണ്. ഇത് അല്പം ഗരം മസാല ചേർത്ത് നല്ല ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് വരും. ഇത് പെരിഞ്ചീരകമാണ് അവസാനം ചേർത്തത്. പെരിഞ്ചീരകവും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ല മരുന്ന് ഇളക്കുക. ഒന്നുകൂടി ചൂടാക്കി എടുക്കുമ്പോഴുണ്ടല്ലോ അതിന് നല്ല ഒരു നമ്മുടെ ചിക്കൻ കറിയുടെയും മട്ടൻ കറിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റ് അതുമാതിരിയൊക്കെ വരും കേട്ടോ. അത് ഒത്തിരി എളുപ്പത്തിലല്ലേ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ചോറിനൊപ്പം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തിക്ക് നല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.